രോഗസൗഖ്യം നിന്റെ ദാനമല്ലോ, അത്ഭുതങ്ങൾ നിന്റെ കരമല്ലയോ. രോഗസൗഖ്യം നിന്റെ ദാനമല്ലോ, അത്ഭുതങ്ങൾ നിന്റെ കരമല്ലയോ. നിന്റെ ദയ പ്രാണനേക്കാൾ നല്ലതല്ലയോ, എന്റെ നീതി നിന്റെ കൃപ ഒന്നു മാത്രമേ. നിന്റെ ദയ പ്രാണനേക്കാൾ നല്ലതല്ലയോ, എന്റെ നീതി നിന്റെ കൃപ ഒന്നു മാത്രമേ. കൃപ കൃപ കൃപയാടേ, ഞാനവൻ കൃപയിലാടേ. കൃപ കൃപ കൃപയാടേ, ഞാനവൻ കൃപയിലാടേ. TV പ്രേക്ഷക സംഗമം മാർത്താണ്ഡം ജൂൺ 25 രാവിലെ 10:30 മുതൽ. സ്ഥലം ലക്ഷ്മി നാരായണ കല്യാണ മണ്ഡപം, മാർക്കറ്റ് റോഡ്, മാർത്താണ്ഡം. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ, കുമാരപുരം. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം, പാറശാല. ദൈവത്തിൻ്റെ അതിമഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ഭൂമിയിൽ ചെയ്യുവാൻ ഇടയായി. എന്നാൽ അത് ഓരോന്ന് ചെയ്യുന്നതിന് മുമ്പും കർത്താവിന് അറിയാമായിരുന്നു ഇന്ന് എന്താണ് കർത്താവ് ചെയ്യാൻ പോകുന്നതെന്ന്. നമുക്കറിയാം, അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ യേശുവിന് അറിയാമായിരുന്നു എന്താണ് യേശു ചെയ്യാൻ പോകുന്നതെന്ന്. അതേപോലെ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പും യേശുവിന് അറിയാമായിരുന്നു ദൈവമഹത്വത്തിനായിട്ട് അത് ചെയ്യാൻ പോകുന്നുവെന്ന്. യേശു ഈ ഭൂമിയിൽ ചെയ്ത ഓരോ കാര്യങ്ങളും യേശുവിൻ്റെ ഇഷ്ടമനുസരിച്ചല്ല, പിതാവിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ് യേശു ഈ ഭൂമിയിൽ ചെയ്തത്. അതേപോലെ തന്നെ കർത്താവ് നമ്മളോട് പറയുന്നത്, നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതേപോലെ ഒരു ലൈഫാണ്. യേശു എങ്ങനെയാണോ ഈ ഭൂമിയിലായിരുന്നത് അതേപോലെ ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തികളും പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുവാനിടയാകണം. സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ അവൻ്റെ ഇഷ്ടം നിറവേറുവാനിടയാകണം. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ കർത്താവ് ഇടപെടട്ടെ, നമ്മളോട് സംസാരിക്കട്ടെ. നമുക്ക് ഈ മെസ്സേജിലേക്ക് പോകാം. യേശുവിന്റെ അടുക്കൽ ഒരിക്കൽ 5000-ഓളം പുരുഷന്മാർ നിൽക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന് 5 വാക്യങ്ങൾ. യേശു പുരുഷാരത്തെ കണ്ട ഉടനെ ശിഷ്യന്മാരോട് ചോദിച്ചു, നമ്മളെങ്ങനെയാണ് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നത്? അവിടെ എഴുതിയിരിക്കുക, യേശു എന്താ ചെയ്യാൻ പോകുന്നതെന്ന് യേശുവിന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് പിതാവ് അവന് കാണിച്ചു കൊടുത്തു. അപ്പം വർദ്ധിക്കുന്നതും അപ്പത്തിലൂടെ സംഭവിക്കാൻ പോകുന്നതും അവിടെ നടക്കാൻ പോകുന്ന മൾട്ടിപ്ലിക്കേഷനും യേശുവിനെ കാണിച്ചു കൊടുത്തു. താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് തനിക്ക് അറിയാമായിരുന്നു. അന്ത്രയോസ് പറഞ്ഞു, ഫിലിപ്പോസ് പറഞ്ഞു കയ്യിലൊന്നുമില്ല. അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ കുറച്ച് അപ്പമുണ്ട്, കുറച്ച് മീനുണ്ട്. എന്ത് വിട്ടിത്തരമാ അന്ത്രയോസ് പറയുന്നേ? അല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രേരണയുണ്ടായി ബ്രദറെ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, എനിക്ക് അങ്ങനെ ഒരു പ്രേരണയുണ്ടായി. ഈ വിട്ടിത്തരം പറയാൻ ഒരു പ്രേരണ. ആ വിഡ്ഢിത്തരം പറയാൻ അന്ത്രയോസ് എന്നപ്പോൾ പറഞ്ഞു, ഈ വിഡ്ഢിയെ നോക്കി ഇരിക്കുമായിരുന്നു ഞാൻ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞ്, ഈ പൊട്ടനെ നോക്കി ഇരിക്കുമായിരുന്നു ഞാൻ, ഈ വിഡ്ഢിയെ നോക്കി ഇരിക്കുമായിരുന്നു ഞാൻ. അടുത്ത് നിങ്ങൾക്ക് കേൾക്കാവോ? അപ്പം കയ്യിൽ കിട്ടികൾ ആ നിമിഷം കർത്താവ് പറഞ്ഞു, ആളുകളെ പന്തിയായി ഇരുത്താൻ പറഞ്ഞു. തൻ്റെ കൈകളിലുള്ളത് വർദ്ധിക്കുന്നത് എങ്ങനെയാണ് എന്ന് യേശുവിനറിയാമായിരുന്നു. ദൂത് സഭയോടാ, നിങ്ങളുടെ കൈകളിലുള്ളത് എങ്ങനെയാണ് 5000-ആയി വർദ്ധിക്കാൻ പോകുന്നതെന്ന് സ്വർഗത്തിന് അറിയാമായിരുന്നു. സഭയോടുള്ള ദൂത്, 5 എന്നുള്ളത് 5000-ആയി വർദ്ധിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് സഭയോട് കർത്താവിന് അറിയാമായിരുന്നു. Come on.
ഞാൻ ചിലരോടൊരു ദൂത് പറയട്ടെ. നിങ്ങൾ പറയുന്നില്ലേ ഇത്രയും കാര്യം എങ്ങനെ സാധിക്കും? എന്റെ മോളെ പഠിപ്പിക്കും, എന്റെ കൊച്ചിനെ പഠിപ്പിക്കും, അല്ല മോളുടെ കല്യാണം നടത്തും, വീട് എങ്ങനെ വെക്കും. 5 എങ്ങനെ വർദ്ധിക്കാൻ പോകുന്നു എന്ന് അറിയാൻ തുടങ്ങുന്നതാണ് സക്സസിന്റെ രഹസ്യം. നിന്റെ കൈകളിൽ അത്ഭുതം ഉണ്ട് എന്ന് അറിയാത്തതാ അടുത്ത പ്രയാസം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ നിന്റെ കയ്യിൽ എന്തില്ലെന്ന്. അന്ത്രയോ ഫിലിപ്പോസിനെ തങ്ങളുടെ കൈകളിലുള്ള അത്ഭുതത്തെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ യേശുവിനെ തങ്ങളുടെ കൈകളിലുള്ള അത്ഭുതത്തെ കാണാൻ കഴിഞ്ഞതാണ് അപ്പത്തെ വർദ്ധിപ്പിക്കാനുള്ള രഹസ്യം. ഞാൻ ചിലരെ നോക്കിയൊരു ദൂത് പറയട്ടെ. ഒരിക്കലും ഇത് വർദ്ധിച്ച് ഞാൻ ഉയരത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഇടത്തു നിന്ന് നിങ്ങൾ ഉയരാൻ പോകുന്നു. ആരാധിക്കുന്നവർ ആരാധിച്ചു. ഇത് ഒരിക്കലും എന്നെ രക്ഷിക്കത്തില്ലെന്ന് പറയുന്ന ഇടത്തു നിന്ന് നിങ്ങൾ ഉയർന്ന് മാനിക്കപ്പെടാൻ പോകുന്നു. അടുത്ത ദൂതും കൂടെ കേട്ടോ. ഇതൊരിക്കലും എനിക്ക് തികയത്തില്ലെന്ന് പറയുന്നിടത്ത് 12 കൊട്ട നിറച്ചെടുക്കുന്ന വിധത്തിൽ ദൈവം തന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. അടുത്ത ദൂതും കൂടെ കേട്ടോ. തിന്ന് ശേഷിപ്പിക്കുന്ന വിധത്തിൽ ഒരു വലിയ സമൃദ്ധി ഒഴുകാൻ പോകുന്നു. തിന്ന് ശേഷിപ്പിക്കുന്ന വിധത്തിൽ ഒരു സമൃദ്ധി നിന്റെ കയ്യിൽ തരാൻ പോകുന്നു. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, നിന്റെ കൈകളിലുള്ളത് വർദ്ധിപ്പിച്ചിട്ട് തിന്ന് ശേഷിപ്പിച്ചാലും തീരാത്ത വിധത്തിൽ അവൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. This is your season. This is your season. This is your season. This is your season. This is your time. Kaskalbarano koskorokoba. Rais pirana katolo. Rais kela karako. തുള്ളിച്ചാടി കർത്താവിനെ ആരാധിച്ചേ. തുള്ളിച്ചാടി കർത്താവിനെ ആരാധിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ ഹല്ലേലൂയ. യതി കാല കോതോറോനിന. രതി കാല മറനോ കൊറുന. രതി കാല മറനോ കൊറുന. Something is going on. നിങ്ങൾ ഈ ഹോളിനകത്ത് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുക ഒരു ജനസാഗരം ഒഴുകുന്നു. ഒരു ജനസാഗരം ഒഴുകുന്നു. നിങ്ങൾ എഴുതി വെച്ചോണം. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ ഫ്യൂച്ചർ ഓരോന്നും നിങ്ങളുടെ കൈകളിൽ എഴുതി തരും കർത്താവ്. അവിടെയാണ് അത്ഭുതങ്ങൾ വരാൻ പോകുന്നത്. അവിടെയാണ് സൂപ്പർ നാച്ചുറൽ വരാൻ പോകുന്നത്. ജീനായന്തല്ലോ കോസലമാനായന്തോ. ജീനായന്തല്ലോ കോസലയാന്തല്ലോ. രാധലയാന്തല്ലോ ഹോരായന്തല്ലോ കോ. നിങ്ങളുടെ കൈകളിലൂടെ അസാധ്യമെന്നത് സാധ്യമാകണമെങ്കിൽ ജോൺ ഡാരി ബ്രദറിന്റെ പ്രാർത്ഥനയല്ല, പിതാവ് അതിനകത്ത് വെച്ചിരിക്കുന്ന പ്ലാൻ അറിയണ്ടേ. ഒന്നും കൂടെ പറയാ, യേശു പ്രാർത്ഥിക്കുന്നേക്കാൾ മുമ്പ് പിതാവ് എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അറിഞ്ഞിരുന്നു. നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ ദൈവം ഇതാ ചെയ്യാൻ പോകുന്നത് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വല്ല പാടുകൊണ്ടോ? ഇവിടുന്ന് ചാടിയ കർത്താവ് എന്നെ പിടിക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ഞാൻ ചാടുക, എനിക്ക് വല്ല പേടിയുണ്ടോ? നിങ്ങളെന്നൊന്നും മിണ്ടാത്തെ? ഒരു നല്ല ആമീൻ പറ. നിങ്ങൾ എൻ്റെ വീട്ടിൽ ഒരു കൊച്ചു പട്ടിക്കുട്ടിയുണ്ട്. നിങ്ങൾ അവിടെ വീട്ടിൽ അതിനെ എല്ലാവരും എടുക്കും. വരുന്നവരല്ല അതിനെ എടുത്തുകൊണ്ട് കൊടുക്കില്ല പരിപാടി. പക്ഷെ ഞാനോ അന്നമോളോ ഒഴികെ അവളെ മടിയിൽ മലർത്തി കിടത്താൻ വിചാരിച്ചാൽ നടക്കത്തില്ല. ഞങ്ങളുടെ കയ്യിൽ കൊച്ചുങ്ങൾ കിടക്കണ പോലെ കിടക്കും. അത് നേരെ കമന്നും കിടക്കും, മലർന്നും കിടക്കും. ഞങ്ങളല്ല വേറെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് അപ്പോഴേ ചെരിക്കാൻ പോലും ഒക്കത്തില്ല, അത് ചാടിക്കളയും. അതിനെന്നെ അത്ര ധൈര്യം എന്നുള്ളത്. എങ്ങനെ മലർത്തി പിടിച്ചാലും കമിഴ്ത്തി പിടിച്ചാലും പിടിക്കുന്ന ഞങ്ങളുടെ യജമാനനാണെന്നുള്ള ഉറപ്പ് അതിനുണ്ട്. അതിനെ തറയിടത്തില്ലെന്ന് അറിയാം. അതിനെ സംതിങ് ഈസ് ഗോയിങ് ഓൺ. അസാധാരണമായത് നിങ്ങൾ കാണാൻ പോകുന്നു. ഞാൻ ഈ ദൂത് പറയാണെന്ന് വിചാരിക്കരുത്. എന്നാൽ ഞാനൊരു സത്യമാണ് പറയുന്ന ദൂതാ പറയുന്നത്. നിങ്ങളോട് അറിയിക്കാതെ ദൈവം നിന്നോട് വീട്ടിൽ ഒന്നും ഇനി ചെയ്യത്തില്ല. ആ ദൂത് ഏറ്റെടുക്കുന്ന ഒരു ആമേൻ പറ.
Rishalaboro. സഭയോട്, സഭയുടെ നേതൃത്വങ്ങളോട്, അപ്പന്മാരോട്, അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിന്നെ അറിയിക്കാതെ നിന്റെ വീട്ടിൽ ഒരു കാര്യവും ദൈവം ചെയ്യത്തില്ല. റിസീവ് ചെയ്യുന്നവർക്ക് റിസീവ് ചെയ്യാം. നിങ്ങൾ അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളും വന്ന് പറയണം കേട്ടോ. നിങ്ങൾക്കുണ്ടായ ആത്മീയ അനുഭവങ്ങൾ പറയണം. രോഗസൗഖ്യം മാത്രം പറഞ്ഞാൽ പോരാ, അത്ഭുതങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങൾക്കുണ്ടാകുന്ന ആത്മീയ അനുഭവങ്ങൾ പറയണം. കാരണം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലരുടെയും വീട് ഏഞ്ചലിക് വിസിറ്റേഷൻ കാണാം, അത്ഭുതങ്ങൾ കാണാം. സൂപ്പർ നാച്ചുറൽ ഗോയിങ് ടു ബി നാച്ചുറൽ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ശബ്ദമീർദ്രെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, മോശയോട് ചോദിക്കാം, മോശെ എന്താ നീ പറയുന്നത്? മോശ പറയും, നാളെ നേരം വെളുക്കുമ്പോ അല്ലെങ്കിൽ മന്ന എന്ന് പറയുന്ന ഒരു ഭക്ഷണം, അല്ലെങ്കിൽ ഭക്ഷണം മഴ പോലെ പെയ്യാൻ പോവുക. എന്താ മോശ നിനക്ക് പറയാനുള്ളത്? മോശ പറയും, ഞാനൊരു ശബ്ദം കേട്ടു, കർത്താവ് പറഞ്ഞു ആകാശത്തുനിന്ന് മഴ പോലെ ഭക്ഷണം വീഴും. നിങ്ങൾ എന്താ കൈയടിക്കാത്ത? എന്റെ വിശ്വാസം പറയട്ടെ, ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? മോശ അത് പറയുമ്പോൾ മോശ ഒരു വെളിപ്പാട് കണ്ടു കാണും, സ്വർഗത്തിലെ കിച്ചൺ കണ്ടു കാണും, കഷ്ണം കഷ്ണമായി ഒരുക്കുന്ന വിത്തുകൾ പോലുള്ള ഒരു സാധനം കണ്ടു കാണും, അത് മഞ്ഞിൽ പാക്ക് ചെയ്ത് താഴോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടു കാണും. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറഞ്ഞ്, കാണുന്നത് പറയാൻ വലിയ പ്രയാസമൊന്നും ഇല്ലെന്ന് പറ. പക്ഷെ കാണുന്നത് പറയാൻ നമ്മുടെ ഉള്ളിൽ ആ കാണുന്നത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ള സംശയം തരുന്നത് അഭിഷാന്റെ പരിപാടി. നീ കണ്ടതെല്ലാം യാഥാർത്ഥ്യമാകാൻ പോകുന്നു. നീ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഓ, നിങ്ങൾ അവിടെ നിൽക്കുന്നത് എങ്ങനെ? ഒരു ഹല്ലേലൂയ പറ. നീ സ്വപ്നം കണ്ട് നിങ്ങളുടെ കൈ തരാൻ പോകുന്നു. അസാധാരണമായത്. ഞാനൊരു ദൂത് പറയട്ടെ. നിങ്ങൾ ദൈവത്തിൽ നിന്ന്, ഇനി പറയുന്ന വാചകം ശ്രദ്ധിച്ചു കേട്ടോണം, ദൈവത്തിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യാൻ തുടങ്ങിയ സ്വർഗീയമായത് ഭൗമിക പ്രതലത്തിൽ നിങ്ങൾ കഴിക്കാൻ തുടങ്ങും. ഒന്നും കൂടെ ഞാൻ പറയാം, സ്വർഗത്തിലെ ഭക്ഷണം ഈ ഭൂമിയിൽ നിങ്ങൾ കഴിക്കാൻ തുടങ്ങും. ഇത് നമ്മുടെ തലയിൽ പോലും കയറുന്നില്ല. ഇസ്രായേൽ ജനത്തിന് മനസ്സിലായത് പോലും ഇല്ല. ആകാശത്ത് നിന്ന് എന്തോ വീണെന്ന് അവർക്ക് തോന്നിയുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നത്, എനിക്കും നിങ്ങൾക്കും മനസ്സിലായി, പിതാവ് അവിടെ കഴിക്കുന്നത് നിനക്ക് ഇവിടെ തരുക. വിഷനുകൾ എന്ന് പറയുന്നത് സ്വർഗത്തിലേത് ഈ ഭൂമിയിലാകുന്നതാണ്. സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് സ്വർഗത്തിലേത് ഈ ഭൂമിയിൽ വെളിപ്പെടുന്നതാണ്. വിഷൻ എന്ന് പറയുന്നത് സ്വർഗത്തിലേത് ഈ ഭൂമിയിൽ മാനിഫെസ്റ്റഡ് ആകുന്നതാണ്. സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ സ്വർഗത്തിലുള്ളത് ഈ ഭൂമിയിൽ മാനിഫെസ്റ്റഡ് ആകുന്നതാണ്. സ്വർഗത്തിലെ പരിപാടിയായിരുന്നു 7 വർഷം സമൃദ്ധിയുടെ, 7 വർഷം ദാരിദ്ര്യത്തിന്റെ. ഞാൻ നിങ്ങളോട് പറയാം, 2007 മുമ്പ് 7 വീടുള്ളവൻ 10 വീടാക്കിക്കണം, 10 വീടുള്ളവൻ 20 വീടാക്കിക്കണം, ഒരു എസ്റ്റേറ്റ് ഉള്ളവൻ 2 എസ്റ്റേറ്റ് ആക്കിക്കണം, 2 എസ്റ്റേറ്റ് ഉള്ളവൻ 10 എസ്റ്റേറ്റ് മേടിച്ചോണം. കാരണം ദൈവം നിങ്ങളുടെ കയ്യിൽ ഈ ദിവസങ്ങളിൽ തരുവത്. ഞാൻ നിങ്ങളോട് പറയാം, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത രാത്രികൾ വരുന്നു. അതിനേക്കാൾ മുമ്പ് ചിലതിനെ സ്വന്തമാക്കുന്നവർക്കായി സ്തോത്രം, ചിലതിനെ കൈവശമാക്കുന്നവർക്കായി സ്തോത്രം. ചിലരുടെ കൈകളിൽ നന്മകൾ കൊണ്ട് നിറയട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ളത് ഭൂമിയിൽ അനുഭവിക്കുന്നതിനെ വെളിപ്പെടുത്തുന്നതാണ്. ദർശനങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിൽ സ്വർഗത്തിലുള്ളത് ഈ ഭൂമിയിൽ ഭക്ഷിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾക്കറിയോ, ഈ സ്വപ്നങ്ങളുടെ അടുത്തൊരു ഗ്രേഡ് ഉണ്ട്, ദർശനങ്ങളുടെ അടുത്തൊരു ഗ്രേഡ് ഉണ്ട്. അതൊന്ന് തൊട്ടിട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. പത്രോസ് ഒരു സ്വപ്നം കാണുകയോ ദർശനം കാണുകയോ, ശ്രദ്ധിച്ചു കേട്ടോണേ, റിസീവ് ചെയ്തോണേ. അസാധാരണമായി എന്തോ നടക്കാൻ പോവാ. എത്ര പേർ റെഡി ആയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പത്രോസ് ഒരു ദർശനം കാണുക. ദർശനം കണ്ട് കഴിയുന്നേക്കാൾ മുമ്പ് അത് യാഥാർത്ഥ്യമാകുകയാണ്.
ചില സ്വപ്നങ്ങൾ, ദർശനങ്ങൾ നാളുകൾ കഴിഞ്ഞാണ് നടക്കുന്നത്. എന്നാൽ നമ്മുടെ ചർച്ചിൽ ഒരു വലിയ കാര്യം നടക്കാൻ പോകുന്നു. നിങ്ങൾ ദർശനം കണ്ടു തീരുന്നതിനേക്കാൾ മുമ്പ് അത് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. Be serious. പത്രോസ് ഒരു ദർശനം കണ്ടു, ആത്മവിവശതയിൽ കാണുകയാ. ആ ദർശനം കണ്ടു കഴിഞ്ഞില്ല, ഇതാ വാതിക്കൽ വന്ന് ആരോ മുട്ടുന്നു. മുട്ടിയ ഉടനെ പത്രോസിനോട് കൂടെ നിൽക്കുന്ന ദൈവാത്മാവ് പറയുവാ, പത്രോസേ എഴുന്നേറ്റ് പോയിക്കോ, ആ ആളുകൾ നിന്നെ അന്വേഷിച്ചു വന്നിട്ടുള്ളതാണ്. എനിക്കങ്ങ് ദൂത് പറഞ്ഞോളാം വയ്യ. ചില ആളുകൾ ദർശനങ്ങൾ കണ്ട് വീടുകളിലേക്ക് പോകാൻ പോകുന്നു. ചില ആളുകൾ ദർശനങ്ങൾ കണ്ട്, എന്റെ കൂടെ നിൽക്കുന്ന ലീഡേഴ്സ് എടുക്കണമെങ്കിൽ എടുത്തോ, രാജ്യങ്ങളിലേക്ക് പോകാൻ പോകുന്നു. ചില ആളുകൾ ദർശനങ്ങൾ കണ്ട്, കൂടെ ഉണ്ടോ? ഒരു നല്ല ഹല്ലേലൂയ പറ. ചില ആളുകൾ ദർശനങ്ങൾ കണ്ട് ഒരു വലിയ സമൂഹത്തെ ഉളവാക്കാൻ പോകുന്നു. ദർശനങ്ങൾ കണ്ട് ഒരു കൂട്ടായ്മകൾ തുടങ്ങാൻ പോകുന്നു. ദർശനങ്ങൾ കണ്ട് ആത്മീയ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ പോകുന്നു. ദർശനങ്ങൾ കണ്ട് ഭയങ്കരമല്ലേ ഈ ട്രാൻസ്ഫർ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദർശനം കണ്ടു തീരുന്നതിനേക്കാൾ മുമ്പ് അത് യാഥാർത്ഥ്യമാകുകയാണ്. നമ്മുടെ ലൈഫിൽ പലപ്പോഴും ദർശനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നാളുകൾക്ക് ശേഷമായി യാഥാർത്ഥ്യമാകുന്നേ. എന്നാൽ ഈ സീസണിന്റെ പ്രത്യേകത, ഞാൻ ഇന്ന് പ്രസംഗിക്കേണ്ടത് അന്ത്യകാലത്ത് അഭിഷേകം വരും. അഭിഷേകം വന്നാൽ ന്യൂ ഇയറിന് പ്രസംഗിക്കേണ്ട മെസ്സേജാണ് പ്രസംഗിക്കേണ്ടത്. അത് തുടരണം. ഞാൻ അഗ്നിനാവുകൾ, നിങ്ങൾ അഗ്നിനാവുകളായി തീരും, ഇതാണ് പറയേണ്ടത്. പക്ഷെ അങ്ങോട്ട് കടക്കാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും പറ്റണില്ല. അതിന്റെ അർത്ഥം അതിനേക്കാൾ മുമ്പ് ദൈവത്തിന് എന്തോ ഒരു കാര്യം ഇവിടെ ചെയ്യാനുണ്ടോ. ഞാൻ ഇതിന് ചിന്തിക്കുവോ, ഞാൻ അഗ്നിനാവുകളാകും എന്ന് പറയുമ്പോ നിങ്ങൾ ആകാൻ പോവോ? സംശയം, നിങ്ങൾ പലരും ആയിക്കഴിഞ്ഞു. സ്വർഗ്ഗനോട് പറഞ്ഞു, ഞാൻ ഇനി ദർശനങ്ങൾ കൊടുക്കാൻ തുടങ്ങുമ്പോ ആ ദർശനങ്ങൾ അകത്തേക്ക് ചെന്ന് കയറുമ്പോഴേ അവർ തീ കത്താൻ തുടങ്ങും. സ്വപ്നങ്ങൾ കാണുമ്പോ നിങ്ങൾ രാവിലെ എഴുന്നേക്കുന്ന തീ പിടിച്ചിട്ടായിരിക്കും, രാത്രി എഴുന്നേക്കുന്ന തീ പിടിച്ചിട്ടായിരിക്കും, പകലിരിക്കുന്ന തീ പിടിച്ചിട്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാന് നമ്മുടെ 10 മണി മുതൽ ഒരു 11:30 വരെയുള്ള അന്യഭാഷ പ്രാർത്ഥനയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടോ? സാധിക്കുന്നൊരു ജോയിൻ ചെയ്താട്ടെ. ആ ജോയിൻ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വെളിപ്പാട് കാണാം. ഞാനൊരു കൗൺസിൽ, സ്വർഗത്തിൻ്റെ ഒരു കൗൺസിലുണ്ട് മുകളിൽ. ഞാൻ ആ കൗൺസിലിൽ പലപ്പോഴും പോയിട്ടുണ്ട്. അതിൽ ഇപ്രാവശ്യം ഞാൻ കണ്ടത് ആ കൗൺസിലിൽ നിന്ന് ഒരാൾ എൻ്റെ അടുക്കൽ നിൽക്കുന്നതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാം. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പേപ്പറുണ്ട്. എഴുതിയത് ഞാൻ വായിച്ചില്ല. പിന്നീട് ഞാനത് പ്രാർത്ഥിക്കാൻ പോയിരുന്നതുമില്ല. അത് എന്താണെന്ന് വായിക്കേണ്ട ആവശ്യമാണ് താനും. സാധാരണഗതിയിൽ ആ കൗൺസിലിലെ ഒരു പേപ്പർ നമ്മുടെ കൈ തരുമ്പോൾ ആ കൊണ്ടുവന്ന ഏഞ്ചലോ ആ കൊണ്ടുവരുന്ന സമയത്തോ നമ്മുടെ പരിശുദ്ധാത്മാവോ അത് പറഞ്ഞു തരും. സാധാരണഗതിയിൽ അത് കൊണ്ടുവരുന്ന ഏഞ്ചലിനോട് ചോദിച്ചാൽ മതി എന്താ എഴുതിയിരിക്കുന്നത്, അത് വ്യാഖ്യാനിച്ചു തരും. നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാനത് വായിക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ആരോ പറയുന്നത് പോലെ അതിൻ്റെ അടിയിൽ ഒരു സൈൻ ഇടാൻ പറയുന്ന പോലെ തോന്നി. ഞാൻ അതിൻ്റെ സൈൻ ഇട്ടു. ആ നിമിഷത്തിൽ ആ പേപ്പർ കത്തുന്നത് ഞാൻ കണ്ടു. ആ പേപ്പർ പിന്നീട് കൗൺസിലിൻ്റെ മുമ്പിൽ ചെല്ലുന്നത് കണ്ടു. ഞാൻ ആ കൗൺസിലിൽ ഞാൻ ആ പേപ്പറുമായി നിൽക്കുന്നത് ഞാൻ കണ്ടു. 2 മിനിറ്റ് കഴിഞ്ഞില്ല, ഞാനും തീയാകുന്നത് കണ്ടു. എൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പക്ഷേ എഴുതിയിരിക്കുന്നത് ഇതുവരെ വായിച്ചില്ല ഞാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത് സ്വർഗീയ കാര്യങ്ങളാണ് പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചേ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ദർശനം എനിക്ക് ഓർമ്മ വരുമോ? നിങ്ങളിൽ ചിലരെ ഇതേപോലെ സ്വർഗീയ കൗൺസിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ. നമ്മൾ കർത്താവിൽ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്യണം. അങ്ങനെയെങ്കിൽ യേശുവിനെ പോലെ, അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരെ പോലെ, പ്രവാചകന്മാരെ പോലെ, മോശയെ പോലെ ആത്മമണ്ഡലത്തിലുള്ള ചിലതിനെ നമുക്ക് ഭൗമമണ്ഡലത്തിൽ അനുഭവിക്കുവാനായി കഴിയും. ഹല്ലേലൂയ. ഒരു വലിയ മാറ്റം നമ്മുടെ ലൈഫിലുണ്ടാകും. ഒരു വലിയ മാറ്റത്തെ നമുക്ക് ഈ ദേശത്ത് കൊണ്ടുവരാനായി കഴിയും. നിങ്ങളെ ഓരോരുത്തരെയുമാണ് കർത്താവ് അതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവൻ്റെ ശബ്ദം നിങ്ങളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ആ കേൾക്കുന്നതിൽ വർദ്ധിച്ചു വരുവാൻ, അതനുസരിക്കുന്നതിൽ വർദ്ധിച്ചു വരുവാൻ, ആ ശബ്ദത്തിനനുസരിച്ച് ജീവിക്കുന്നതിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് ഓരോ വ്യക്തികളെയും സഹായിക്കട്ടെ, സഭയെ പണിയട്ടെ. കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം.
ബ്രദർ, കഴിഞ്ഞ 4 വർഷത്തോളമായിട്ട് മദ്യപാന ശീലത്തിന് അടിമയായിരുന്ന ഈ ബ്രദറിനെ കർത്താവ് വിടുവിച്ച ഒരു സാക്ഷ്യവുമായിട്ടാണ് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. ഇവ ഇടയ്ക്ക് ചിന്തിക്കുന്നതിന് ബാക്കിയൊന്നും പറയരുത് പാസ്റ്റർ, ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം, ബാക്കി ഞാനും പറയുന്നില്ല. ബ്രദറിന്റെ പേര് അവന് സ്റ്റേജിൽ കയറി വന്ന് കർത്താവിനെ സാക്ഷീകരിക്കാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. ഇത് നിങ്ങൾക്ക് ചിന്തിക്കുന്നേക്കാൾ അപ്പുറത്താവിനായിരുന്നേ. എന്നാൽ കർത്താവിനെ കരുതിയതിന് ഓർത്ത് നന്ദി. ഇവന്റെ അമ്മയുടെ ഒരു പ്രാർത്ഥനയാണ് ഇതിന്റെ കാരണം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഈ ബ്രദറിന്റെ പേര് ആനന്ദ് എന്നാണ്. ആറ്റിങ്ങിൽ നിന്നുമാണ് വരുന്നത്. കഴിഞ്ഞ 4 വർഷത്തോളമായിട്ട് മദ്യപാന ശീലത്തിന് അടിമയായിരുന്നു. ബ്രദർ പറയുന്നത് ഒരു ദിവസം 2500 രൂപയുടെ മദ്യം ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. യേശുവേ, ഒരു നല്ല ഏമയും പറയണേ, ഒന്ന് കൈയടിക്കണേ. ഏമേ സത്യമാണോടെ? 2500 അതേ അവത്തുള്ളായിരുന്നു, മേലോട്ടാവുമായിരുന്നു. ചില ദിവസങ്ങളായാലും മേലും പോകും. ബോധത്തോടെ നടന്നിട്ടുണ്ടോ അപ്പൊ നീ? പറ. ഇല്ല. പക്ഷെ അവന് ബോധം തിരിച്ചു കിട്ടിയല്ലോ. നിങ്ങളൊന്ന് കൈയടിക്കാത്ത എന്താ? ഭയങ്കര കാര്യമല്ലേ? ഈ പ്രായത്തിലെ ഒരുത്തനെ ദൈവമാണ് എന്നെ വിടുവിച്ചതെന്ന് തോന്നാൻ കഴിയുന്നത് തന്നെ വലിയ ദൈവകൃപയായിട്ട് കണ്ടാൽ മതി. ഒന്ന് എഴുന്നേറ്റ് ഒന്നൊരു കൈയടി കൊടുത്തേ. പറ. ബ്രദർ 1 വർഷത്തോളം ഡി അഡിഷണൽ സെന്ററിൽ ട്രീറ്റ്മെന്റ് ചെയ്തു. എന്നിട്ട് പോലും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. എന്നാൽ 4 ആഴ്ച മുൻപ് നമ്മുടെ ചർച്ചിലേക്ക് വന്നു. ബ്രദർ ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ 4 ആഴ്ചയായിട്ട് മദ്യം തൊട്ടിട്ടില്ല, കർത്താവ് പൂർണ്ണമായും വിടുവിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 1 വർഷം ഡി അഡിഷൻ സെന്ററിൽ നടന്നു. ഡി അഡിഷൻ സെന്ററിൽ കിടക്കുമ്പോഴും ഇവന് കള്ളുകൂടി മാറ്റണമെന്ന് ചിന്തയില്ലായിരുന്നു. ഉണ്ടായിരുന്നോടാ? ഇല്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അവന് കള്ളുകൂടി മാറ്റണമെന്ന് ചിന്ത വന്നു. നിങ്ങൾ എന്നാ ആമീൻ പറയാത്തെ? അടുത്തൊരു സാക്ഷ്യം കൂടെ ഉണ്ട്, പറ. കഴിഞ്ഞ 1 മാസത്തോളമായിട്ട് ബ്രദറിന്റെ കൈ മുറിഞ്ഞിട്ട് ഷുഗർ കൂടുതലായതിനെ തുടർന്ന് പഴുത്ത് പൊട്ടി ഒലിക്കുവാൻ തുടങ്ങി. നിനക്ക് ഡയബറ്റിക് വന്നോ? കഴിഞ്ഞ ആഴ്ച. ഇത് കാണേണ്ട ഫോട്ടോ കേട്ടോ, എല്ലാവരും കാണുന്നത് നല്ലതാ, ക്ലിയർ ആണ്. ചെറുപ്പക്കാർക്ക് ഡയബറ്റിക് വരാൻ പാടില്ലാത്ത, പക്ഷെ അവന് ഡയബറ്റിക് ഉണ്ടായിരുന്നു. കൈ പഴുക്കും കൂടെ ചെയ്തു. വണ്ടർഫുൾ. ഇപ്പൊ നോർമലായി. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. കട തുടങ്ങിയില്ലടാ? ഇവന് ഒരു തട്ടുകട ഉണ്ടായിരുന്നു അല്ലേ? ഇനി നിങ്ങളിത് കര ഉയർത്തി പ്രാർത്ഥിച്ചേ. അടിപൊളിയായിട്ട് ആ തട്ടുകട പോകണം. ഒറ്റ പഴയ കൂട്ടുകാർ ആ തട്ടുകട കയറരുത്. നിങ്ങളെന്താ അനങ്ങാത്ത? ഇവന്റെ വീടിന് സമ്പാദ്യം ഇവനായിരിക്കണം. ഇവനിലൂടെ അനേക സമ്പത്ത് ആ വീട്ടിലുണ്ടാകണം, സമാധാനം ആ വീട്ടിലുണ്ടാകണം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കർത്താവ്, ഞങ്ങൾ ഇവനെ അനുഗ്രഹിക്കുന്നപ്പ നന്മയുടെ വഴികളായി തീരട്ടെ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ജൂൺ 16 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂൺ 19 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളം ജൂൺ 20 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ജൂൺ 23 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയാം. നമ്മൾ അനുഭവിക്കുന്ന ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളും ഓരോ നന്മകളും ഇതെല്ലാം ദൈവം നമ്മളോട് ചെയ്യുന്ന കരുണയാണ്. അവൻ്റെ കൃപയാലാണ് നമ്മളിതെല്ലാം അനുഭവിക്കുന്നത്. നിങ്ങൾ രോഗവും പ്രയാസവുമായിരിക്കുന്നവർ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അതിനെ സൗഖ്യമാക്കുവാനും അതിന്മേൽ വലിയൊരു സമൃദ്ധിയെ കൊണ്ടുവരുവാനും കർത്താവിന് കഴിയും. കർത്താവിനോട് ചോദിച്ചാട്ടെ, ദൈവത്തിൻ്റെ ശബ്ദം കേൾട്ടാട്ടെ, ഈ മേഖലയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഹല്ലേലൂയ. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണ്. അവൻ നമുക്ക് നല്ല പിതാവാകുന്നു. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു.
ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെ കരുതുന്ന അവിടുത്തെ കരുണയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിലെന്ന പോലെ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ കർത്താവെ അത് അനുഭവിക്കുവാൻ, അത് നിറവേറുവാൻ, അങ്ങനെ ആയിരിക്കുവാൻ തക്കവണ്ണം ആ ശബ്ദത്തിനനുസരിച്ച് ഞങ്ങളുടെ ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമേ അപ്പാ, ഞങ്ങളെ സഹായിക്കണമേ അപ്പാ. അവിടുത്തെ കൃപ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. ശരീരത്തിൽ പൊള്ളലേറ്റിട്ടായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കിയാണ്. പൊള്ളലേറ്റിട്ട് ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. കർത്താവേ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. നന്ദി പറയുന്നു യേശുവേ. നന്ദി പറയുന്നു കർത്താവേ. നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരുന്നൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. കർത്താവേ നിൻ്റെ കൃപയ്ക്കായി സ്തോത്രമപ്പാ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രമപ്പാ. യേശുവേ അവിടുത്തെ കരം ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നിൻ്റെ കൃപയ്ക്കായി സ്തോത്രമപ്പാ. കർത്താവേ ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ ശക്തി ചലിക്കണമപ്പാ. യേശു ഹാർട്ടിന് പ്രയാസമായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ദൈവത്തിൻ്റെ കൃപ ചലിക്കണമപ്പാ. ദൈവത്തിൻ്റെ കൃപ ചലിക്കണമപ്പാ. അതേപോലെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അലർജിയുള്ളൊരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. യേശുവേ നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവേ കുടുംബങ്ങളെല്ലാം നിൻ്റെ കൃപ ചലിക്കണമപ്പാ. ഒരു വലിയ ആത്മീയ അനുഭവത്തിലേക്ക്, ആത്മീയ ഉയർച്ചയിലേക്ക് കുടുംബങ്ങൾ വരട്ടെ. സ്വർഗീയ പിതാവേ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ നമുക്കായിരിക്കാം. ആമേൻ. ഓരോ ദിവസവും അവൻ്റെ സ്നേഹത്തിലും നിറവിലുമായിരിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.